ടൈം എങ്ങനെയാണ്? ക്ലാസ് ടൈം ക്ലിനിക്സ് ഉണ്ടാവുന്ന സമയത്ത് 8 to 3:30. ഇപ്പോൾ ക്ലിനിക്സ് ഞങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് മോഡൽ തുടങ്ങാനായി 3rd ഇയർ. അപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയർ എത്താനായത് കൊണ്ട് ഇപ്പോൾ ക്ലിനിക്സ് ഇല്ല. അപ്പോൾ 10:30 to 3:30. വീഡിയോ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ നോക്കുള്ളൂ. അതൊക്കെ അറിയണം, പക്ഷെ നമുക്ക് വയ്ക്കണ്ടേ. അവര് ഐ ആം ഫൈൻ താങ്ക്സ്. നീ എഴുതി തരുമോ? ഇജ്ജിൻ്റെ ഒന്ന് എഴുതി തരുമോ? അല്ല എൻ്റെ എക്സ്റ്റൻഷൻ തീർന്നോ? അതെന്താ അവസ്ഥ? തീരുമാനമായോ അത്? ഗസ്റ്റായിരുന്നു. അതൊന്നും ചോദിക്കാതെ അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് എന്തും ചെയ്യും. ഇന്നിങ്ങോട്ട് ഇതിൻ്റെ ലൈവും കണ്ടു കുത്തുന്നു. പോയി റെക്കോർഡ് ചെയ്തടി. ഭാവി നോക്കല്ലേ. നാളെ മുതൽ ഓൺലി 10 minutes മതി. ഡെയിലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം മാത്രം അത് ഡെയിലി എടുക്കുക. മേക്കപ്പ് കുറവാണ്. വെയ്യടി. വെയ്ക്കൊന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരൂലായിരുന്നു അറ്റൻഡൻസ് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വെയ്യടോ. ഹസ്ബൻഡ് തെങ്ങുണ്ട് അവിടെ. ഞാൻ കയറാൻ വിടുന്നുണ്ട്. ഇന്ന് ശോകം. ഇന്നൊന്നല്ല, 2 ദിവസമായിട്ട് ഫുൾ ശോകം. ക്ലാസ്സിലും പോകാൻ വയ്യാകെ മൂഞ്ചിരിക്കുന്നു. എന്താ വെയ്യ. ആക്ച്വലി എനിക്ക് വെയ്യ. ഫുള്ളൊരു മൂഡ് ഓഫ്, ഒരു സങ്കടം, അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷനായിപ്പോൾ ഒരു ദിവസം. ഫുൾ ഓഫ് ഡിപ്രഷൻ, സങ്കട. സോറി, നിനക്ക് ആള് മാറി. നിഷാന, അപ്പം എനിക്ക് എൻ്റെ വീട് എവിടെ പറഞ്ഞാൽ മതി. അപ്പം എനിക്ക് മനസ്സിലാവും എനിക്ക് അറിയോ ഇല്ലേ എന്നുള്ളത്. ബയോപ്സിയിൽ എഴുതിക്കോ. അത് ഞാൻ എഴുതും. അതിൽ പോകണമെന്നൊന്നുമില്ല. ഹാപ്പി മൂഡാക്കൂ ഡെയിലി. അത് ആക്കണം എന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ മനസ്സിന് നമുക്ക് കൺട്രോൾ കിട്ടൂല, പറയില്ല. അങ്ങനെയുള്ളൂ. ലൈഫ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ മൂഡ് ഓഫ് ആയി ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ലേ. ഇടയ്ക്ക് മൂഡ് ഓഫ് വരുമ്പോൾ ഇടയ്ക്ക് ഓക്കെയോ. ദാറ്റ്സ് ഓൾ. ഫുൾ ടൈം മൂഡ് ഓഫ് ഒന്നല്ല നമ്മളേ. ഫുൾ ഓൺ പവർ. മൈ വൈഫ് നെയിം നിഷാന. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരെന്താ? ഇങ്ങനെന്താ പെണ്ണുങ്ങളെ പേര് വെച്ചിട്ട് ഇതായിക്കണത്? നിശാന്ത് ഹായ്. സോറി ഡോ. ഡെയിലി ഒന്ന് വീഡിയോ ഇട്ട് ഒന്ന് എൻഗേജിങ്. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു എൻഗേജിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ റീസണേ അതായിരുന്നു. കാരണം എനിക്കൊന്നും കൂടി എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മളൊന്ന് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ നമ്മളൊന്നുകൂടി എൻഗേജിങ് ആവുമല്ലോ. അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് തന്നെ. അല്ലാതെ ഒരു വലിയ യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ യൂട്യൂബിൽ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊന്നും കരുതി വന്ന ഒരാളല്ല ഞാൻ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആവാലോ, അങ്ങനെ സംസാരിക്കാമല്ലോ. മനസ്സിലായോ? അങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഷോക്ക് അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയും കൂടുതൽ സംസാരിക്കാമല്ലോ. പിന്നെ എനിക്കതൊരു ഹരായി മാറി. മനസ്സിലായോ? സംസാരിച്ചിരിക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് തുടങ്ങിയിട്ട് റീസണേ അതാണ്. നിനക്ക് ഉറക്കം വരുന്നുണ്ട്, ഒരു ഗ്ലാസ് ചായ കൂടി. കൊണ്ടുവരും, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരേ. എൻ്റെ ആഗ്രഹമല്ലേ, ഞാൻ കുടിക്കാം. അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ യൂട്യൂബ്. മനസ്സിലായോ? എൻഗേജിങ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെയാണ്. കുറേ പ്രഷറൊക്കെ കുറഞ്ഞുണ്ട്. അതൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്നാലും ചില സമയത്ത് ഷാദ ചെയ്തു സ്റ്റാർട്ടഡ് ഫോളോവിങ് യു ഫ്രം സോറി മൈനെയിം. അത് നമ്മൾ കൽപ്പിച്ചൂട്ടി കാട്ടുന്നതല്ലല്ലോ. മൂഡ് ഓഫ് ആയിക്കോട്ടെ. എന്നാലും നമ്മളൊരു സൂയിസൈഡ് ടെൻഡൻസി അത്രക്കൊന്നും പോകണില്ലല്ലോ. അതിൽ അൽഹംദുലില്ലാന്നേ പറയുന്നുള്ളൂ. മുത്തുമണി, ഞാൻ തരും, നീ കുടിക്കേണ്ടി വരും. ഈ ഒരു ഗ്ലാസ് ചായ തന്നാൽ ഞാൻ കുടിച്ചിട്ടേ പോവുള്ളൂ.